നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴയിലെ വെള്ളപ്പൊക്കത്തെ തുടർന്ന് നഗരസഭാ പ്രദേശങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങളുമായി നഗരസഭ. യുവജനങ്ങളുടെയും കോളേജ് വിദ്യാർത്ഥികളുടെയും സജീവ പങ്കാളിത്തത്തോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. മൂവാറ്റുപുഴയിലെ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങിയതിനെ തുടർന്ന് മൂവാറ്റുപുഴ നഗരസഭാ പ്രദേശങ്ങളിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളും ചെളിയും നീക്കം ചെയ്യാൻ സമഗ്രമായ ശുചീകരണ പ്രവർത്തനങ്ങളുമായി നഗരസഭ. വെള്ളപ്പൊക്കത്തിന് ശേഷമുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി നഗരസഭയുടെ കീഴിൽ പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ചു. യുവജനങ്ങളുടെയും കോളേജ് വിദ്യാർത്ഥികളുടെയും സജീവ പങ്കാളിത്തത്തോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. നിർമ്മല കോളേജിലെ NSS വോളണ്ടിയർമാരും മറ്റ് വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവർ ശുചീകരണ ദൗത്യത്തിൽ പങ്കാളികളായിട്ടുണ്ട്. വലിയ തോതിൽ വെള്ളവും ചെളിയും കയറിയ ഹോമിയോ ആശുപത്രി ഉൾപ്പെടെയുള്ള പൊതുസ്ഥാപനങ്ങളിലും പ്രളയബാധിത പ്രദേശങ്ങളിലും വിദ്യാർത്ഥികളും വോളണ്ടിയർമാരും ചേർന്ന് ശുചീകരണം നടത്തി. 2 തവണ വെള്ളം കയറിയതിനെ തുടർന്ന് പാമ്പുകൾ ഉൾപ്പെടെയുള്ള ജീവികളുടെ സാന്നിധ്യമുള്ള സാഹചര്യം അതിജീവിച്ചാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി പറഞ്ഞു. ആളുകളൊക്കെ വെള്ളം ഇറങ്ങിയതിന്റെ ഒരു സന്തോഷത്തിലാണ് മൂവാറ്റുപുഴയിലുള്ള ഓരോ ആളുകളും. ഇനിയുള്ള ഏറ്റവും വലിയ ഹെക്ടിക് ജോബ് എന്ന് പറയുന്നത് ഇവിടെ അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യം വൃത്തിയാക്കുകയും അതുപോലെ വെള്ളം കയറിയ പ്രദേശങ്ങൾ വൃത്തിയാക്കുക എന്നുള്ള ഒരു വലിയൊരു ടാസ്ക് ആയിട്ട് നഗരസഭയുടെ മുമ്പിലുണ്ട്. പക്ഷെ ഏറെ കണ്ട് അഭിനന്ദിക്കേണ്ടത് ഇന്നത്തെ യുവതലമുറയാണ്. നമ്മളെപ്പോഴും ജെൻസീസ് എത്രമാത്രം സോഷ്യൽ കമ്മിറ്റഡ് ആണ് എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തില് ഈ നാട്ടിലെ യുവജനങ്ങളാണ് മുന്നോട്ടിറങ്ങി, പ്രത്യേകിച്ച് കോളേജ് വിദ്യാർത്ഥികൾ, നിർമ്മല കോളേജിന്റെ NSSന്റെ കുട്ടികൾ തുടങ്ങി മറ്റു വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ ഇറങ്ങിയിട്ടാണ് ഒരു നഗരസഭ രൂപീകരിച്ച ഒരു സ്ക്വാഡിന്റെ കീഴിൽ അവർ ഈ ഒരു ശുചീകരണ പ്രവർത്തികൾക്ക് വേണ്ടി ഇറങ്ങിയിട്ടുള്ളത്. ഇന്നിപ്പം നിൽക്കുന്നത് നമ്മുടെ ഹോമിയോ ഹോസ്പിറ്റലാണ്. ഹോമിയോ ഹോസ്പിറ്റലിൽ ഒരു ഫ്ലോർ ഫുള്ള് തന്നെ വെള്ളം കയറിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു തവണ ക്ലീൻ ചെയ്തെങ്കിലും രണ്ടാമത് വീണ്ടും വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി. ചെറിയ നൂൽപ്പാമ്പുകൾ ഉൾപ്പെടെയുള്ളവ ഇതിനുള്ളിൽ കാണുന്ന ഒരു സാഹചര്യത്തില് വളരെയധികം കഷ്ടപ്പെട്ട് തന്നെ ഈ കുട്ടികൾ അത് ക്ലീൻ ചെയ്യുവാനായിട്ട് മുമ്പോട്ട് വന്നു. അവരെ എത്ര അകമഴിഞ്ഞ് അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ഒരു സ്ക്വാഡ് രൂപീകരിച്ചുകൊണ്ട് വിപുലമായ മാസ് ക്ലീനിങ്ങുമായിട്ട് നഗരസഭ മുമ്പോട്ടുണ്ടാവും. നദികളിലേക്കും ജലാശയങ്ങളിലേക്കും തള്ളിയ മാലിന്യങ്ങൾ ജലത്തോടൊപ്പം ജനവാസ മേഖലകളിലേക്ക് തിരിച്ചെത്തിയ സാഹചര്യം കണക്കിലെടുത്ത് മാലിന്യങ്ങൾ കൃത്യമായി നീക്കം ചെയ്യുന്നതിന് കൂടുതൽ വോളണ്ടിയർമാരെ ഉൾപ്പെടുത്തി സ്ക്വാഡ് പ്രവർത്തനം ഊർജിതമാക്കുമെന്നും നഗരസഭ അധികൃതർ അറിയിച്ചു. വരും ദിവസങ്ങളിലും കൂടുതൽ വിദ്യാർത്ഥികളെയും യുവാക്കളെയും അണിനിരത്തി വിപുലമായ മാസ് ക്ലീനിംഗ് തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി. നഗരസഭാ അധികൃതർ, പൊതുജനങ്ങൾ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. ഏത് കടയിൽ നിന്ന് വാങ്ങിയ നിങ്ങളുടെ പഴയ സ്വർണവും എക്സ്ചേഞ്ച് ഓഫറിലൂടെ വിലയിൽ വ്യത്യാസമില്ലാതെ ജെയ്കോയുടെ HUID സ്വർണ്ണാഭരണമായി മാറ്റിവാങ്ങാം. നിങ്ങളുടെ ഓൾഡ് ഗോൾഡിന് ഉയർന്ന വില, ഉടൻ പണം. കേരളത്തിലെ നമ്പർ 1 ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ ജെയ്കോ ജുവൽസ് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ ട്രെൻഡി കളക്ഷൻസുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ജെയ്കോ ജുവൽസ്, പോത്താനിക്കാട്, തൊടുപുഴ, കോതമംഗലം. ജെയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം.